Hello viewers, welcome back to my channel The Untold Stories. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാഗിൻ്റെ ഒരു ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മിന്ത്രയിൽ നിന്ന് കുറച്ച് ബാഗ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഇതാണ്, കുറച്ചൊരു ലൈറ്റ് ബ്ലൂ കളറാണ്. ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലൂ കളറാണിത്. ഞാനിന്ന് കാണിക്കാൻ പോകുന്നതൊക്കെ സ്ലിംഗ് ബാഗ്സ് ആയിരിക്കും. ഫസ്റ്റ് വൺ ഈ ഒരു ബാഗ് ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വലിയ സൈസ് സ്ലിംഗ് ബാഗ്സ് അല്ല, പക്ഷെ നമുക്ക് കാഷ്വലായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം മൊബൈലും അതേപോലെ സൺസ്ക്രീൻസ്, കോംസ്, വാലറ്റ്സ്, അത്യാവശ്യം ചെറിയ വാട്ടർ ബോട്ടിൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണിത്. അപ്പം ബാഗിറ്റ് നിന്നാണ് ഞാനിത് വാങ്ങിയത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 1390 റുപ്പീസാണ്. പക്ഷേ അത്രയും റേറ്റിനല്ല എനിക്ക് കിട്ടിയത്, കുറച്ച് ഓഫറിനാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ സിബാണെങ്കിലും ഗോൾഡൻ പോളിഷ്ഡ് ആയിട്ടുള്ളൊരു സിബാണ് വരുന്നത്. നമുക്ക് അതിനകത്ത് ബാഗറ്റിൻ്റെ ലോഗോ കാണാം. പിന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. അങ്ങനെ പെട്ടെന്ന് കീറി പോകുന്ന ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇത് എക്സ്റ്റീരിയർ കമ്പാർട്ട്മെൻ്റ് ആണത് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്പേസസും സിബ് ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ആണ് വരുന്നത്. അപ്പം ഉള്ളിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ്. ഉള്ളിലാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. കാരണം ഒരു അംബ്രല്ല അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക്, സ്പെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതും സിബ്ബർ ഓപ്പണിങ് തന്നെയാണ് വരുന്നത്. എക്സ്റ്റീരിയർ പ്യുവർ ബ്ലൂ ആണ് വരുന്നതെങ്കിലും ഇതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പാറ്റേൺ ഉണ്ട്. ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത്. ഒരു ബ്രിക്സിൻ്റെ ഒക്കെ പോലത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. അത്യാവശ്യം ട്രിപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ നടക്കണമെങ്കിൽ ഈ ബാഗ് ഒരു നല്ല ഓപ്ഷനായിട്ടാണ് തോന്നുന്നത്. അതേപോലെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഫ്രണ്ട്സിന് കൊടുക്കുമോ, അങ്ങനെയൊക്കെയുള്ളൊരു നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്ലിംഗ് ബാഗിൻ്റെ സ്ട്രാപ്പ് വളരെ തിന്നായിട്ടുള്ളൊരു സ്ട്രാപ്പാണ് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ലോ ക്വാളിറ്റി സ്ട്രാപ്പ് ഒന്നുമല്ല. നല്ലപോലെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ടുള്ള, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത്. ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സ്ട്രാപ്പല്ല, പക്ഷെ നമുക്ക് ഇതിൻ്റെ സൈസ് ലെങ്ത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ബാഗ് നല്ലൊരു ബാഗായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു 1000 റുപ്പീസിന് അണ്ടറിലുള്ള പർച്ചേസൊക്കെ ആയിട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന ബാഗ് തന്നെയാണ്. നെക്സ്റ്റ് ബാഗ് നോക്കാം. ഇതും ബാഗിറ്റ് തന്നെ വാങ്ങിയൊരു ബാഗാണ്. അപ്പം ഈ ഒരു ബാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വാലറ്റ് പോലെ ഇരിക്കുന്ന ഒരു ബാഗാണ്. ഒരു പേഴ്സ് മോഡലായിട്ടുള്ള ബാഗാണ്. ഇതിൽ അത്യാവശ്യം മൊബൈലും അതേപോലെ ജസ്റ്റ് ചെറിയ നോട്ട് പാഡ്സ്, പെൻസ് അല്ലെങ്കിൽ ചെറിയ വാലറ്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള മേക്കിംഗ് തന്നെയാണ്. പിന്നെ ഇതും പ്ലെയിൻ ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്, അങ്ങനെ മിക്സ്ഡ് കളേഴ്സ് അല്ല. പിന്നെ ഇതിൻ്റെ സിബാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു സിബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലിംഗ് ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. മുന്നത്തെ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ പേഴ്സ് പോലെ നമുക്ക് കൊണ്ടു നടക്കാം. പക്ഷേ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള പേഴ്സ് ആയിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിൻ്റെ പുറത്ത് വരുന്നത്, എക്സ്റ്റീരിയർ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിലും അത്യാവശ്യം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. സിപ്പർ ക്ലോഷറാണ് ഈ ഒരു ബാഗിനും വരുന്നത്. നമ്മൾ മെറ്റീരിയൽ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഉള്ളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു സാധാരണ വാലറ്റിലൊക്കെ കാണുന്ന പോലെ കാർഡ്സ് വെക്കാനുള്ള സ്പേസും ഉണ്ട്. ആൻഡ് മിഡിലിൽ ഒരു സിപ്പർ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നമുക്കിത് ഡ്യുവലായിട്ട് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് വാലറ്റ് പോലെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്ലിംഗ് ബാഗ് പോലെയും യൂസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നമ്മൾ ചെറിയ പിക്നിക്ക് പോലെയൊക്കെ ട്രിപ്പിന് പോകുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അങ്ങനെ അധികം ഐറ്റംസ് ഒന്നും ക്യാരി ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബാഗാണ്. പിന്നെ ഇൻറ്റീരിയർ ആയിട്ട് നോക്കുവാണെങ്കിലും ഇതിൻ്റെ മെറ്റീരിയൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അങ്ങനെ വെള്ളം നനഞ്ഞാലൊന്നും ഉള്ളിലേക്ക് അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഇത് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. അപ്പം ഇതാണ് ഉള്ളിലത്തെ ചെറിയൊരു പൗച്ച് വരുന്നത്. അത്യാവശ്യം നമുക്ക് ചില്ലറ പൈസയും അല്ലെങ്കിൽ നോട്ട്സ് ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് എടുത്ത് വെക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗ് തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അംബ്രല്ല, വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വേറെ കയ്യിലൊന്നും പിടിക്കാനില്ലാതെ മൊബൈലും കുറച്ച് പൈസയും വെച്ച് നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലിംഗ് ബാഗ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് പേഴ്സ് പോലെയും യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സിലിക്ക ജെല്ലും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബാഗിലും സിലിക്ക ജെല്ലുണ്ട്. അപ്പം
റോസ് വുഡാണ് ഇതിൻ്റെ കളറ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1690 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ മിന്ത്രയിൽ ഇത് ഓഫറിനാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു റേറ്റിനല്ല, ഇതിലും കുറച്ച് റേറ്റിലാണ് കിട്ടിയത്. അപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ 1500 റേഞ്ചിലുള്ള ബാഗ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോസിലെല്ലാം ഉള്ളത്. ഇതിൻ്റെ സ്ലിംഗ് ബാഗിൻ്റെ സ്ട്രാപ്പ് നോക്കുവാണെങ്കിലും തിന്നായിട്ടുള്ള സ്ട്രാപ്പാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. സെയിം എക്സ്റ്റീരിയറിൻ്റെ സെയിം ഒരു ടെക്സ്ചറും മെറ്റീരിയലും തന്നെയാണ് ഈ സ്ട്രാപ്പിനും വരുന്നത്. ഇതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അറ്റാച്ച് ചെയ്യാനാണേലും ഡിറ്റാച്ച് ചെയ്യാനാണേലും വളരെ ഈസിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ ഓൾസോ ബാഗറ്റിൻ്റെ തന്നെയാണ്. ഇത് നമ്മുടെ തേർഡ് ബാഗാണ്. അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ചെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ കളർ ബാഗ്സ് ആണ്. ഇതൊരു ലാവൻഡർ കളറാണ് വരുന്നത്. കുറച്ച് അത്യാവശ്യം ഒരു ഹെക്സഗണൽ ഷേപ്പാണ് ഈ ഒരു ബാഗ് വരുന്നത്. കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇവിടെ നമുക്ക് ബാഗറ്റിൻ്റെ ലോഗോ കാണാം. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് ആണ്. അങ്ങനെ വിട്ടുപോലും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സിബ് സെയിം നമ്മൾ മുന്നേ കണ്ട ബാഗ്സിൻ്റെ പോലെ തന്നെ ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു സിബാണ് വരുന്നത്. പിന്നെ ഈ ഒരു ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൂടിയും കുറച്ചൊന്നൊരു ടൈറ്റായിട്ടിരിക്കുന്ന ടൈപ്പ് ഒരു ബാഗാണ്. ജസ്റ്റ് സ്റ്റൈൽ പോലെയൊക്കെ കൊണ്ടു നടക്കാം. നമുക്ക് അങ്ങനെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ നമുക്ക് കോയിൻസും നോട്ട്സൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് ഔട്ടർ കമ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ എല്ലാം സിബർ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. ഉള്ളിലാണേലും ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് അംബ്രല്ല അല്ലെങ്കിൽ അധികം സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഞാൻ കാണുന്നില്ല. ജസ്റ്റ് കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, സൺസ്ക്രീൻ അങ്ങനത്തെയൊക്കെ പറ്റും, കോംസ് പറ്റും, പിന്നെ മൊബൈൽസ് പറ്റും, ചെറിയൊരു വാലറ്റ് പറ്റും. അത്യാവശ്യം കൊള്ളും. പക്ഷെ നമുക്കിങ്ങനെ കൈ ഇട്ടിട്ട് എടുക്കുമ്പോൾ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് നിൽക്കുന്നില്ല. മേ ബി ഇതിനകത്ത് സാധനമൊന്നും അങ്ങനെ വെക്കാത്തതുകൊണ്ടായിരിക്കും. കാരണം ഇതിൻ്റെ അടി കുറച്ച് മടങ്ങിയ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് സാധനമൊക്കെ വെക്കുമ്പോൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് വരുമായിരിക്കും. പക്ഷേ അല്ലാതെ നോക്കുവാണെങ്കിൽ എനിക്ക് അത്ര ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് വാനിറ്റി കേസ് എന്നാണ്. അപ്പം 1190 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് ആണെങ്കിലും നേരത്തെ പോലെ തിന്നായിട്ടുള്ളൊരു സ്ട്രാപ്പാണ്. പക്ഷേ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സ്ട്രാപ്പല്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് തന്നെയാണ്. അങ്ങനെ വിട്ടുപോരൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ്. സോ അത്ര മോശം പ്രൊഡക്റ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല സ്റ്റൈലാണ്. കാരണം ഇതൊരു ഹെക്സഗണൽ ഷേപ്പാണ്. പൊതുവേ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് അധികവും, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് അധികവും കാണുന്നത്. അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള കളറും അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റൈലുമാണ്. നെക്സ്റ്റ് വൺ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു സ്ലിംഗ് ബാഗാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്ലിംഗ് ബാഗാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോഷർ വരുന്നത് ബട്ടൺ ക്ലോഷറാണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, സ്ട്രാപ്പ് നോക്കുവാണെങ്കിലും ഇങ്ങനൊരു ചെയിൻ സ്റ്റൈലാണ് വരുന്നത്. ഗോൾഡൻ എംബലിഷ്ഡ് ആയിട്ടുള്ള ചെയിൻ സ്റ്റൈലാണ് വരുന്നത്. ഓവറോൾ നോക്കി കഴിഞ്ഞാൽ കുറച്ചൊരു സ്റ്റൈലിഷ് ആണ്, പക്ഷേ എലഗൻ്റ് ആണ്. പ്യുവർ ബ്ലാക്ക് മാത്രമേ ഇതിനകത്ത് കളർ വരുന്നുള്ളൂ. അതിനകത്ത് ഇങ്ങനെ ഗോൾഡൻ എംബലിഷ്മെൻറ്റ്സ് വരുന്ന പോലെ, അതായത് ഇപ്പം സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും ഒക്കെ ഗോൾഡൻ ആണ് വരുന്നത്. സിബ് ആണെങ്കിലും ഗോൾഡൻ. ബാക്കി എല്ലാ സ്ഥലത്തും പ്ലെയിൻ ബ്ലാക്ക് കളറാണ് വരുന്നത്. ഈ ഒരു ബാഗ് അത്യാവശ്യം നല്ല ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബാഗ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ ബാഗിനേക്കാളും കുറച്ചും കൂടി വീതിയുണ്ട്. എന്നാലും ഭയങ്കര വീതിയുള്ള സ്ട്രാപ്പല്ല. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയാണേലും നമുക്ക് പിന്നെ ഇടാനും അതേപോലെ കൊണ്ടു നടക്കാനും ഭയങ്കര ഈസിയാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ വെള്ളമൊന്നും അങ്ങനെ അധികം പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് സീനാവുന്ന ടൈപ്പ് മെറ്റീരിയലാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും പ്ലെയിൻ ബ്ലാക്ക് ആണ്. അതിനകത്ത് ഇങ്ങനെ സ്റ്റിച്ചിങ് ആണ് വരുന്നത്. പാരലൽ ആയിട്ടുള്ള ലൈൻസിൻ്റെ സ്റ്റിച്ചിങ് ആണ്. പിന്നെ ഇതിനകത്താണെങ്കിലും ബട്ടൺ ക്ലോഷറാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്കൊരു മൊബൈൽ വെക്കാം, ചെറിയൊരു അംബ്രല വെക്കാം, നോട്ട് വെക്കാം, വാലറ്റ് വെക്കാം, അത്യാവശ്യം ചെറിയൊരു വാട്ടർ ബോട്ടിൽ വെക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓവറോൾ നമുക്ക് ഇപ്പോൾ ട്രിപ്പിന് പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകാനാണെങ്കിലും കാഷ്വലായിട്ട് എവിടെയെങ്കിലും ജസ്റ്റ് പോകാനാണെങ്കിലൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത ടൈപ്പ് ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെ ഒരു ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ അല്ല, കുറച്ച് അത്യാവശ്യം കുറച്ച് കട്ടിക്ക് തന്നെ നിൽക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്.
ബട്ടൺ ആണെങ്കിലും അങ്ങനെ പൊളിഞ്ഞു പോരുന്ന ടൈപ്പ് ഒരു ബട്ടണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഉള്ളിലാണേലും 2 പോക്കറ്റ്സ് ആണ് വരുന്നത്. അത് രണ്ടും സിപ്പ് പോക്കറ്റ്സ് ആണ് വരുന്നത്. അതല്ലാതെ നമുക്ക് പേപ്പേഴ്സ് വെക്കാനുള്ള ഓപ്ഷൻസും അത്യാവശ്യം സൺസ്ക്രീന്, ഒരു കോമ്പ്, മിററൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ചില്ലറ പൈസ വെക്കാനുള്ള സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ നോട്ട്സ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് എടുക്കാനും അതേപോലെ വെക്കാനൊക്കെ ആണെങ്കിലും ഈസിയാണ്. ചില ബാഗൊക്കെ ഭയങ്കര ഇടുങ്ങിയ ടൈപ്പ് ബാഗൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ അത്യാവശ്യത്തിന് എടുക്കാനാണെങ്കിലും നമ്മൾ അതിലേക്ക് ഉള്ളിലേക്കൊക്കെ നോക്കി നിന്ന് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ഓപ്പൺ ആക്കാനാണെങ്കിലും ക്ലോസ് ആക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. അതിൻ്റെ ബട്ടൺ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ക്ലോസ് ആവുകയും അതേപോലെ ഓപ്പൺ ആവുകയും ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് ഈ ഒരു ബാഗ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബാഗായിരുന്നു ഇത്. സോ നെക്സ്റ്റ് വൺ ഓൾസോ ഒരു പേഴ്സ് പോലെ ഇരിക്കുന്നൊരു ബാഗാണ്. ഈ ഒരു ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ടൊട്ടേറ്റക്ക എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 2399 റുപ്പീസാണ്. പക്ഷെ ഞാൻ ഈ ഒരു റേറ്റിനല്ല ഇത് വാങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റും അതേപോലെ വിഡ്ത്തും ഡയമെൻഷൻസൊക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാഗും സ്ലിംഗ് ബാഗാണ് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സ് മോഡൽ ബാഗാണ്. അപ്പം ഇങ്ങനെയുള്ള പേഴ്സ് മോഡൽ ബാഗ്സിൻ്റെയൊക്കെ അധികവും ഓപ്പണിങ് വരുന്നത് അധികവും ബട്ടൺ ക്ലോഷർ തന്നെയായിരിക്കും. അപ്പം കുറച്ചൊരു പഴയ മോഡൽ ടൈപ്പ് ഒരു പേഴ്സാണ്, ഒരു സ്റ്റൈലാണ് ഇതിന് വരുന്നത് തന്നെ. ഇതിൻ്റെ ബട്ടൺസൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബട്ടൺസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. ഒരു നല്ല അടിപൊളി പിങ്ക് കളറാണ്. പിങ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന ടൈപ്പ് ഒരു പിങ്ക് കളറല്ല, പക്ഷെ എന്നാലും ഒരു നല്ലൊരു പിങ്ക് കളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിലും മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് വരുന്നത്. അങ്ങനെ വെള്ളമൊന്നും അങ്ങനെ അധികം കൊള്ളാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. കാരണം എക്സ്റ്റീരിയർ ആണെങ്കിലും കുറച്ച് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊരു ചെറിയ പോക്കറ്റ് വരുന്നുണ്ട്. അത് സിപ്പർ പോക്കറ്റാണ്. നമുക്ക് അത്യാവശ്യം ചെറിയ കോയിൻസും നോട്ട്സൊക്കെ വെക്കാൻ പറ്റും. പിന്നെ എക്സ്റ്റീരിയറിലാണെങ്കിലും ഒരു പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ മുന്നേയൊക്കെ ഞാൻ കാണിച്ചാലൊക്കെ ഗോൾഡൻ ആയിരുന്നു അതിൻ്റെ സിബും അതേപോലെ സ്ട്രിങ് ഒക്കെ വരികയാണെങ്കിൽ വരിക. പക്ഷേ ഇത് ഒരു സിൽവർ കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൻ്റെ സിബ് ഒരു സിൽവറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് ആണെങ്കിലും ഒരു ചെയിൻ മോഡൽ സ്ട്രാപ്പാണ് വരുന്നത്, സിൽവർ കളർ ചെയിൻസ്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്കങ്ങനെ ഡിറ്റാച്ച് ചെയ്യാനോ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇല്ല. ആൻഡ് ഓൾസോ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. സോ ഇത് കുറച്ചൊരു ആനിമൽ സ്കിൻ ടൈപ്പ് ടെക്സ്ചർ വരുന്ന ഒരു ബാഗാണ്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബാഗാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗാണ്. അപ്പോൾ ഇതും ടൊട്ടേറ്റക്ക എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ് വരുന്നത്. ആൻഡ് ഇവർ ഹൈറ്റും വിഡ്ത്തും അതേപോലെ ഡയമെൻഷൻസ് ഒക്കെ ഇവരോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ കളറാണ് ഈ ഒരു ബാഗ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ ബാഗ്സും മൾട്ടി കളർ അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള കളേർഡ് ബാഗ്സാണ്. അപ്പോൾ നമുക്കൊരു എലഗൻ്റ് ഒരു ലുക്ക് വരും. ആൻഡ് ഓൾസോ ഭയങ്കര സിമ്പിളായിരിക്കും. നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണെങ്കിലും സർപ്രൈസ് ആയിട്ട് നമുക്ക് സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ട് കളിക്കുമ്പോൾ ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഐറ്റമാണ്. അപ്പം ആർക്കെങ്കിലും ഇനിയിപ്പോൾ എന്താ കൊടുക്കേണ്ടതെന്ന് ഡൗട്ട് വരാണെങ്കിൽ അതിനുള്ളൊരു ബെസ്റ്റ് വീഡിയോ ആണിത്. നമുക്ക് ഇഷ്ടമുള്ള ബാഗ്സ് ഈ ഒരു വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരു 1000 റേഞ്ചിൽ മാത്രമേ ഇതിൻ്റെ റേറ്റും വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. അപ്പം മുന്നത്തെ ബാഗും ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ സെയിം മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റീരിയറിൽ ഒരു സിപ്പർ പോക്കറ്റ് കാണാൻ പറ്റും. അത് കൂടാതെ സിപ്പർ അല്ലാതെ നമുക്ക് ജസ്റ്റ് ചെറിയ കർച്ചീഫ്സോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്സോ സൺസ്ക്രീനൊക്കെ പെട്ടെന്ന് അങ്ങനെ സിപ്പൊന്നും തുറന്നെടുക്കാതെ ചെറിയൊരു കീ ഒക്കെ വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനുള്ള പോക്കറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു സിപ്പർ പോക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് എന്താ പറയുക എല്ലാം തന്നെ കൊള്ളും. അതായത് നോട്ട്സ് കൊള്ളും, പേപ്പേഴ്സ് കൊള്ളും, ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്സോ അല്ലെങ്കിൽ ചെറിയ കോംസോ അല്ലെങ്കിൽ പെർഫ്യൂംസോ അങ്ങനെയുള്ള ഐറ്റംസും കൊള്ളും. പക്ഷെ അധികം നമ്മൾ വെയിറ്റുള്ള സാധനങ്ങളൊന്നും അങ്ങനെയുള്ള പോക്കറ്റ്സിൽ ഇടാത്തതാണ് നല്ലത്. പിന്നെ അല്ലാതെ ഇവിടെ ഒരു ചെറിയ പോക്കറ്റ്സും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് അംബ്രല്ല വെക്കാം, അതേപോലെ തന്നെ വാലറ്റ്സ് വെക്കാം, മൊബൈൽ വെക്കാം, വാട്ടർ ബോട്ടിൽ വെക്കാം, നോട്ട്ബുക്സ് വെക്കാം. ഇനി എക്സ്റ്റീരിയർ ആണെങ്കിൽ കൂടിയും നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്ക് കോയിൻസും അതുപോലെ എല്ലാ കാര്യങ്ങളും വെക്കാം. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ സ്റ്റൈലാണ് വരുന്നത്. ആൻഡ് അത് കൂടാതെ ഈ ഒരു എന്താ പറയുക കംപ്ലീറ്റ്ലി എന്താ പറയുക ചെയിൻ അല്ല, പക്ഷേ അങ്ങനെ ഒരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ചെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
സ്ട്രാപ്പ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഹോൾസൊക്കെ ഇട്ട് നമുക്കൊരു ബെൽറ്റ് മോഡൽ സ്ട്രാപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഹോൾസൊക്കെ ഇട്ടിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ലെങ്ത്ത്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ ഈ ഒരു ബാഗിന് കാണുന്നുണ്ട്. പിന്നെ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ബാഗാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ സ്ക്രീനിൽ ഐ ബട്ടണിൽ ഞാൻ കുറേ വീഡിയോസും പ്ലേലിസ്റ്റുകളൊക്കെ ഇടുന്നതായിരിക്കും. അതൊക്കെ വാച്ച് ചെയ്യുക. താങ്ക് യു.